നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ABS 75 ഡിഗ്രിയും അതേപോലെ തൊട്ടടുത്ത് കിടക്കുന്ന GSAT 18 74 ഡിഗ്രിയും EduSAT എന്ന് പലരും വിളിക്കുന്നതും ഇപ്പോൾ GSAT 18മായ 74 ഡിഗ്രിയിലെയും സിഗ്നൽ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയിലെ ചില ഭാഗങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ സബ്സ്ക്രൈബറും അതേപോലെ തന്നെ എൻ്റെ സുഹൃത്തുമായ സേവ്യർ വായിക്ക് വേണ്ടിയിട്ട് ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ ചെയ്യാൻ മെയിനായിട്ടുള്ള കാരണം ഈ ഒരു കമൻറ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ വിക്ടേഴ്സ് ചാനലിൽ ഫ്രീസിങ് ആണല്ലോ, എന്താണ് പ്രോബ്ലം എന്ന ഈ കമൻറ്റ്. അതേപോലെ പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുമുണ്ട്. അതായത് വിക്ടേഴ്സ് മുമ്പേ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്നില്ല, പൂർണ്ണമായിട്ടും കട്ടായിട്ടുണ്ട് എന്നൊരു സാഹചര്യം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു സ്ക്രീൻ റെക്കോർഡ്, നമ്മുടെ ABSലെ എത്ര ചാനലുകൾ ഉണ്ട് എന്നും ലിങ്ക്സാറ്റിലെ ഒരു സ്ക്രീൻ റെക്കോർഡ്, അതേപോലെ തന്നെ നമ്മുടെ GSATലെയും GSAT 18ലെ ഒരു സ്ക്രീൻ റെക്കോർഡും കൂടി ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം എത്രത്തോളം ചാനലുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഒരു ആധികാരികമായിട്ടുള്ള ഒരു TP ലിസ്റ്റും ഒക്കെ ഞാൻ ജസ്റ്റ് ഇതോടുകൂടി ഒന്ന് ഉൾപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിൽ കാണുന്ന ഈ TBN ഏഷ്യ ഈ പറയുന്നത് മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുള്ളൂ. ബാക്കി റെഡ് കളറിൽ ഉള്ള ഈ BBC 1 സ്പോർട്സ് ചാനലുകൾ, അതേപോലെ സ്കൈ സിനിമ, ഇതൊന്നും നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നില്ല. അതേപോലെ തന്നെ റേഡിയോ ചാനലുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ സ്ക്രാമ്പ്ഡ് മോഡലാണ് ഉള്ളത്. അതായത് നോർമൽ FTA റിസീവറിൽ ലഭിക്കുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നോർമൽ FTA റിസീവറിൽ ABSലെ ആ ചാനലുകളൊന്നും നമുക്ക് നോർമൽ FTA റിസീവറിൽ, ഞാൻ ഉപയോഗിക്കുന്ന നോർമൽ FTA സോളിഡ് 2100 Pro എന്ന റിസീവറാണ്. ഇതിനകത്ത് നമുക്ക് ഇതൊന്നും ലഭിക്കുന്നില്ല. GSAT 18 74 ഡിഗ്രിയും അതേപോലെ തന്നെ ABS 75 ഡിഗ്രിയുമാണ്. തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന സാറ്റലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചെറിയ KUBAND ഡിഷിൽ 2 സാറ്റലൈറ്റും ഒരേ സമയത്ത് ഒരേ LMBയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിനകത്ത് മെയിനായിട്ട് എല്ലാവരും ഉദ്ദേശിക്കുന്നത് വിക്ടേഴ്സ് എന്ന ചാനൽ ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള ചാനലുകളൊക്കെ ലഭിക്കുകയും ചില ആൾക്കാർക്ക് വിക്ടേഴ്സ് മാത്രം ലഭിക്കാതിരിക്കുകയും ഇല്ലെങ്കിൽ അത് ഫ്രീസിങ് ആവുകയും ചെയ്യുന്നതാണ് പ്രശ്നം. അതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഈ കമൻറ്റിൻ്റെ അടിസ്ഥാനം, അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അടിസ്ഥാനവും. ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ഡിഷാണ് ഇപ്പോൾ നിങ്ങൾ നിലവിൽ കാണുന്നത്. നിങ്ങൾ കഴിയുന്നതും ഇതിൻ്റെ സ്റ്റാൻഡ് പെർപെൻഡിക്കുലറായി വെക്കുവാൻ ശ്രമിക്കുക. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാനൽ തന്നെയാണ് വിക്ടേഴ്സ്. അതായത് GSAT 18 നല്ലപോലെ നമുക്ക് സിഗ്നൽ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഞാൻ കണക്ഷൻ ഊരിയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് കാണുക എങ്ങനെയാണ് ഇതിൻ്റെ LMB വരുന്നത് എന്ന രീതിയിലൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതിൽ നിങ്ങൾക്ക് പറ്റുന്ന നല്ല ഗെയിനുള്ള LMB ഇടുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അതേപോലെ തന്നെ ഡിഷിൻ്റെ വലിപ്പം കൂട്ടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യണമോ ഇതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ ഡിഷ് എവിടെ നിന്നെങ്കിലും വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് വാങ്ങി ഉപയോഗിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ABSന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻ നോക്കാം, നമ്മൾ TV സ്ക്രീൻ നോക്കാം. ഇതൊക്കെ നമുക്ക് നല്ല സിഗ്നൽ ലഭിക്കുന്ന, നിങ്ങൾക്ക് ഈ ഒരു TP നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നോ സിഗ്നലിൽ ഞാൻ അവിടെ കണക്ഷൻ റിമൂവ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് നോ സിഗ്നലാണ് കാണിക്കുന്നത്. ജസ്റ്റ് ഞാൻ TV സ്ക്രീനും കൂടി ഒന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തുവാൻ വേണ്ടി ഞാൻ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കണക്ഷൻ ഊരി വെച്ചതുകൊണ്ട് നമുക്ക് സിഗ്നലില്ല. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് കണക്ട് ചെയ്യാം. ഇനി നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് എത്രത്തോളം ചാനലുകൾ നേരത്തെ ഉള്ള ചാനൽ സിഗ്നൽ കാണിക്കാം. ഇതാണ് ഇതിൻ്റെ സിഗ്നൽ. നമുക്ക് ABSലെ പിക്ചറുകൾ
നല്ലപോലെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലൈൻഡ് സ്കാൻ ചെയ്ത് നോക്കാം. ആദ്യം ഇതിൻ്റെ പ്രശ്നം കാണിച്ചതിന് ശേഷം, ഇതിൻ്റെ പ്രോബ്ലം കാണിച്ചതിന് ശേഷം ഇതിൻ്റെ പരിഹാരവും ഞാൻ കാണിക്കുന്നതാണ്. ഇതിൻ്റെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്കിങ്ങനെ സംഭവിക്കാം, അതുപോലെ എന്തൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ക്ലിയർ ആവും എന്നത് ഞാനിതിൽ കാണിക്കുന്നതാണ്. വീഡിയോ അല്പം ഞാൻ സ്പീഡ് ആക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ബ്ലൈൻഡ് സ്കാൻ അല്പം സ്കിപ്പും അതേപോലെ തന്നെ കുറച്ചുകൂടി സ്പീഡും ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ ലഭിക്കുന്ന റേഡിയോ ചാനലുകളൊക്കെ നമുക്ക് ഫ്രീ ആയി തന്നെ ലഭിക്കുന്നതാണ്. പക്ഷേ സ്കൈ സിനിമ, നേപ്പാൾ TV ഇതൊക്കെ പറയുന്ന മറ്റ് ചാനലുകൾ അത് സ്ക്രാമ്പിൾഡ് മോഡിൽ തന്നെയാണ്, നമുക്ക് വർക്കിംഗ് അല്ല. അതായത് നോർമൽ FT റിസീവറിൽ വർക്കിംഗ് അല്ല. 26 ചാനലുകളാണ്, അതേപോലെ 12 റേഡിയോ ചാനലുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വിക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് സിഗ്നൽ ഇല്ല. വിക്ടേഴ്സ് ചാനലിൽ നമുക്ക് സിഗ്നൽ ഇല്ല. എന്നാലോ മറ്റ് ചാനലുകളിൽ നമുക്ക് സിഗ്നൽ ഉണ്ട് താനും. നമുക്ക് സിഗ്നൽ ലഭിക്കുന്നുണ്ട് ബാക്കിയുള്ള ചാനലുകളിൽ. പക്ഷേ വിക്ടേഴ്സ് എന്ന ചാനൽ നമുക്ക് ലഭിക്കുന്നില്ല. ABSലെ സാറ്റലൈറ്റ് ലഭിക്കുകയും GSATലെ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നതാവാം എന്ന് ചില ആൾക്കാരെങ്കിലും ചിന്തിക്കും. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് GSATലെ വരുന്ന ചാനലുകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ വിക്ടേഴ്സ് എന്ന ചാനൽ മാത്രമാണ് ലഭിക്കുവാൻ വേണ്ടി ബുദ്ധിമുട്ടായിട്ടുള്ളത്. ABSലെ ചാനലും വിക്ടേഴ്സിലെ GSAT 18ലെ ചാനലുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ വിക്ടേഴ്സ് എന്ന ചാനൽ ലഭിക്കാൻ അല്പം ബുദ്ധിമുട്ട്. ചില ആൾക്കാർക്ക് തീരെ ലഭിക്കുന്നില്ല, ചില ആൾക്കാർക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ഫ്രീസിംഗ് ആണ് എന്ന ഒരു പ്രശ്നമാണ് ഇതിനകത്ത് പല ആൾക്കാരും ബുദ്ധിമുട്ടുള്ളത്. പല ആൾക്കാരും ഈ കംപ്ലൈൻറ്റ് പറയുന്നത് കൊണ്ടും ഞാൻ വിക്ടേഴ്സ് ചാനലിൻ്റെ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന നമ്പറിൽ ഞാൻ ചാനലിലേക്ക് വിളിച്ചതിന് ശേഷം 2-3 മാറി കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം അവർ പറഞ്ഞു യാതൊരു തരത്തിലുള്ള കംപ്ലൈൻറ്റുകളോ ട്രാൻസ്മിഷനിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് പറയുകയും, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ABSലെ സിഗ്നൽ കാണാവുന്നതാണ്. നമുക്ക് ഡിഷ് അല്പം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ സിഗ്നൽ നിലവിലുള്ളതിനേക്കാളും നിങ്ങൾ കൂട്ടിയെടുക്കുക. ഇതുപോലെ ജസ്റ്റ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ വിക്ടേഴ്സ് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 74 75 74 കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്പം ഒരു പൊടിക്കൊന്ന് നിങ്ങൾ പടിഞ്ഞാറേക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആ സിഗ്നൽ, നിലവിലുള്ള സിഗ്നൽ നിങ്ങൾ പരമാവധി കൂട്ടിയെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ എലിവേഷനും എസ്യൂംത്തും ഒക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ LMB ജസ്റ്റ് നിങ്ങൾ അഴിക്കുക. ജസ്റ്റ് ചെറുതായിട്ട് ഒരു സ്ക്രൂ ലൂസ് ചെയ്താൽ തന്നെ മതി. നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കാണിക്കാം. നമ്മുടെ സിഗ്നൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ്. ഇതുപോലെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് സിഗ്നൽ എത്രത്തോളം വരുന്നുണ്ട് എന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി എലിവേഷൻ നമുക്ക് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 2 സ്ക്രൂ ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്യുക.
ലൂസ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് വളരെ മൈന്യൂട്ടായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിതിൽ മാക്സിമം സിഗ്നൽ ലഭിക്കുന്നതാണ്. ഇനി അടുത്ത ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ കേബിളിനകത്ത് ഇപ്പോൾ ഒരു തുരുമ്പ് പോലെ ഇതിനകത്തുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതായത് നമ്മുടെ സെൻട്രൽ കോർ കോപ്പറാണ്. ഈ കോപ്പറിൻ്റെ ആ ഭാഗത്ത് വരുന്നത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരു ചെറിയൊരു തുരുമ്പിൻ്റെ പോലുള്ള ഒരു അംശം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. മാക്സിമം ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്, എന്നാലും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടോ എന്നെനിക്കറിയില്ല. നിങ്ങൾ ഒന്ന് സൂക്ഷിച്ച് നോക്കുക. ഇങ്ങനെ ഇതിനകത്ത് തുരുമ്പ് കയറിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ സിഗ്നൽ കുറയുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കുറഞ്ഞിട്ടുള്ള TPയുടെ അല്ലെങ്കിൽ കുറഞ്ഞ സിഗ്നലുള്ളത് വർക്കാവാതിരിക്കും. ഇനി നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്തപ്പോഴുള്ള ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇത് ചെറിയൊരു ഏറ്റവും ലാസ്റ്റ് പോർഷനിലൊരു തുരുമ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കളർ തന്നെ ഒരു കോപ്പറിൻ്റെ കളറല്ല. ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ജസ്റ്റ് തൊട്ടടുത്തുള്ള ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരു കണക്ടറാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. പഴയ മോഡൽ കണക്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ടൈപ്പ് കണക്ടർ തന്നെ മതി. നമുക്കത് റീയൂസ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഭാഗം ഇതിന് അങ്ങോട്ടുള്ള ഒരു ഭാഗമാണ്, കണക്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഭാഗമാണ് സേവിയർ വായ്ക്ക് വേണ്ടി ഞാൻ ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ ഒരു ലൈറ്റർ ഉണ്ടെങ്കിൽ അത് നല്ലത്, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു മെഴുകുതിരി, നല്ല കാറ്റായതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ ഞാൻ പിടിക്കുന്നത്. നല്ല കാറ്റുണ്ട്, വീട്ടിൻ്റെ മേലെ ഒന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാറ്റുള്ളതുകൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അധികം ചൂടാക്കിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ തന്നെ മതി. ഇനി ഇതുപോലെ ഇതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, അല്ലാണ്ട് വലിയ കൂടുതൽ വേണം. ഈ ഒരു സൈഡ് നമുക്ക് പിടിക്കാൻ പറ്റുന്ന രീതി. എന്നിട്ട് ജസ്റ്റ് അതിൽ സെൻറ്ററിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ ക്യാമറയും മൊബൈലിലുണ്ട് ചെയ്യുമ്പോൾ കുറച്ച് ചെറിയൊരു പ്രസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ക്യാമറ താഴെ വെക്കേണ്ടി വന്നു, അതുകൊണ്ട് ആ പാർട്ട് ഇല്ല. ഇൻസേർട്ട് ചെയ്യാൻ വളരെ കൂളായിട്ട് പോകുന്നതാണ്. ഇനി എക്സ്ട്രാ വരുന്ന ഈ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇതുപോലെ. ഇനി ഇവിടെ സൈഡിലുള്ള എല്ലാ പോർഷനുകളും ഒഴിവാക്കി മുറിച്ച് കളയുക. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രത്യേക ടൂളുകളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായി ഉപയോഗിക്കുന്ന ടൂളുകളുണ്ടെങ്കിൽ വളരെ പെട്ടെന്നായി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ നോർമൽ വയർ സ്ട്രിപ്പർ ഉണ്ടെങ്കിൽ മതി. അതേപോലെ ഇതിൻ്റെ അലുമിനിയത്തിൻ്റെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടി പ്ലെയർ ഉപയോഗിക്കുക, ടൈറ്റ് ചെയ്യുക. ഇനി ഇതിന് ടേപ്പ്, ഇൻസുലേഷൻ ടേപ്പ് വളരെ നന്നായിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. ഈർപ്പമോ വെള്ളമോ ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സേഫ്റ്റി, അത്ര തന്നെ. നമ്മളിതിന് മേലെ കവറും ചെയ്യുന്നുണ്ട്, എന്നാലും ഇതുപോലെ ചെയ്താൽ നല്ലത്. ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ ഒന്നും തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നമ്മളിത് കണക്ട് ചെയ്യുന്നു. നേരത്തെ LMBസ്ക്കും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത ആ LMBക്ക് ജസ്റ്റ് നമ്മൾ കണക്ട് ചെയ്തു. ഇനി ഇത് നമുക്ക് നേരെ പോകുന്നത് ഡൈസിക് സ്വിച്ചിലാണ്. ഡൈസിക്കും നേരെ TVയിലേക്കുമാണ് പോകുന്നത്. TV അല്ല, റിസീവറിൽ നിന്നും TVയിലേക്ക്. LMBസ്ക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വളരെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും വിശദമായി മാക്സിമം ഞാൻ കാണിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, പല ആൾക്കാർക്കും നിലവിൽ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്ന സമയമായി. വിക്ടേഴ്സ് ചാനലിൽ കുട്ടികളുടെ ക്ലാസ്സൊക്കെ തുടങ്ങുന്ന പരിപാടികളും ഒക്കെ നിലവിലുമുണ്ട്. അതേപോലെ ഇനി കൂടുതൽ ഉള്ള സാഹചര്യമാണ് വരാൻ പോകുന്നത് ക്ലാസ്സുകൾ. ആ സമയങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സിഗ്നൽ ലഭിക്കുന്നില്ല എന്ന പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നോക്കിയിട്ട് ദയവായി നിങ്ങൾ ഈ സിഗ്നൽ പ്രോബ്ലം പരിഹരിക്കുക. ഇനി നമുക്ക് TV സ്ക്രീൻ ഒന്ന് നോക്കാം, എത്രത്തോളം ചാനൽ ലഭിക്കുന്നുണ്ട് എന്ന്.
ഇതും ഞാൻ നേരത്തെ ചെയ്തതുപോലെ വീഡിയോയുടെ സ്പീഡ് അല്പം കൂട്ടിയിട്ടുണ്ട്. ബ്ലൈൻഡ് സ്കാൻ ചെയ്യുമ്പോൾ അല്പം കൂട്ടിയത് മറ്റൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ ടൈമിങ് നമുക്ക് കുറച്ചുകൂടി കുറക്കാം എന്നതുകൊണ്ട് തന്നെ, വീഡിയോയുടെ ലെങ്ത്ത് കുറക്കാം എന്നതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സ്പീഡ് കൂട്ടിയിട്ടുള്ളത്. ഈ ഒരു ഭാഗം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അതായത് നമ്മുടെ ബ്ലൈൻഡ് സ്കാൻ എന്ന ഭാഗം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മറ്റൊന്നും കൊണ്ടല്ല, എത്രത്തോളം ചാനൽ ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ സ്വയം ട്യൂൺ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഉൾപ്പെടുത്തിയത്. എത്രത്തോളം ചാനലുകൾ ലഭിച്ചു എന്ന് ഇതാ ഇതിൽ എഴുതി കാണിച്ചു. 27 ചാനലുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് 12 റേഡിയോ ചാനലും. ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഇതാ 2100 പ്രോ FT റിസീവറാണ്. ഇനി ചാനലുകൾ നമുക്ക് നോക്കാം. വിക്ടേഴ്സിൻ്റെ TP ആണിത്. നമുക്ക് വിക്ടേഴ്സ് നല്ലപോലെ ലഭിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വിക്ടേഴ്സ് പ്ലസ് എന്ന ചാനലാണ്. വിക്ടേഴ്സും വിക്ടേഴ്സ് പ്ലസും എന്ന 2 ചാനലുകളും നമുക്ക് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സിഗ്നലും ഞാൻ കാണിക്കുന്നതാണ്. (74, 77% നമുക്ക് സിഗ്നൽ ലഭിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നല്ല ഗെയിനുള്ള LMBയും അതേപോലെ ഡിഷിന് വലിപ്പം കൂടിയ ഡിഷുകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും. മുൻപ് കാലങ്ങളിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ വിക്ടേഴ്സിന് വേണ്ടി ഡിഷ് പല സ്ഥലങ്ങളിലും വെച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡിഷിൻ്റെ വലിപ്പം അല്പം 1 മീറ്ററിൻ്റെ വലിപ്പമുള്ള ഡിഷുകൾ ഞാൻ എൻ്റെ നാട്ടിൽ കണ്ടിട്ടുണ്ട്. ഇത് ഒരു ഫീഡ് ചാനലാണ്, കന്നഡയാണ്. പല ഫീഡ് ചാനലുകളും ഇതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കാറുണ്ട്. ബാക്കി എല്ലാ ചാനലുകളും നമുക്ക് വർക്കിംഗ് ആണ്. അതായത് ABSലെയും അതേപോലെ തന്നെ GSAT18ലെയും 2 സാറ്റലൈറ്റിലെയും എല്ലാ ചാനലുകളും വർക്കിംഗ് ആണ്. അതേപോലെ നമ്മുടെ വിക്ടേഴ്സ് നല്ല സിഗ്നലിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നിലവിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സിഗ്നൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച രീതിയിൽ നിങ്ങൾ ഓരോ പ്രശ്നവും നിങ്ങൾ പരിഹരിക്കുക. ഇനി വിക്ടേഴ്സിലെ പ്രോഗ്രാമുകളെക്കുറിച്ച് നിലവിൽ പറയുകയാണെങ്കിൽ വളരെ നല്ല പ്രോഗ്രാമുകളാണ്. ഇത് വിക്ടേഴ്സ് പ്ലസ് ആണ്, ടെസ്റ്റ് ട്രാൻസ്മിഷനാണ് ഇപ്പോഴും നിലവിലും ഇത് എഴുതി കാണിക്കുന്നത്. കുറേ കാലമായിട്ട് ഇത് ഇങ്ങനെ തന്നെയാണ്, ടെസ്റ്റ് ട്രാൻസ്മിഷൻ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് വിക്ടേഴ്സ് പ്ലസ് എന്ന ചാനലിൽ. അതേപോലെ വിക്ടേഴ്സിൽ ഒരുപാട് മൃഗങ്ങളെ പരിപാടികളും ഡോക്യുമെൻ്ററികളൊക്കെ ഉണ്ട്. എല്ലാവരും ഈ സാറ്റലൈറ്റ് ഒന്ന് ട്രാക്ക് ചെയ്ത് ഉപയോഗിക്കുക എന്ന് അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.